എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നിരവധി വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നാളെയാണ് സംസ്ഥാന ബജറ്റ് കേരള ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളാണ് ഈ ബജറ്റിൽ ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളാണ് ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ വാർത്തയിലേക്ക് പോകാം. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഇപ്പോൾ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഈ വർഷത്തെ ആദ്യത്തെ ബജറ്റാണ് നാളെ നടക്കാൻ പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഏറെ നേരിടുന്നുണ്ട് കേരളം. ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നാളെ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്നത്? ഹരിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശീയ അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനമാണ് നാളെ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ പദ്ധതികൾക്കും ഒക്കെ തന്നെ അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും നാളെ പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാവുക. പക്ഷേ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നതിനിടയിൽ ഉണ്ടാവുന്ന ഒരു ബഡ്ജറ്റാണ്. യൂണിയൻ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ച പാക്കേജുകളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള പദ്ധതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായമോ ഒന്നും തന്നെ യൂണിയൻ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണം ഇല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അതിനോടൊപ്പം മന്ത്രി വെക്കുന്നുണ്ട്. അതിനൊക്കെ പണം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും നിരവധി മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നാളത്തെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജ് അത് നാളത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 2024-25 ബഡ്ജറ്റിലും വിഴിഞ്ഞത്തിനെ എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ നടപടികളും പ്രവർത്തനങ്ങളും ഒക്കെ പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സഹായ പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്തിനെയും നടത്തേണ്ടതായിട്ടുണ്ട്. ഈ വ്യവസായ പാർക്ക് അതുപോലെ തന്നെ വിനോദ പാർക്കുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു 5000 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര സർക്കാരിനോട് യൂണിയൻ ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വിഴിഞ്ഞത്തിനെ തഴയുന്ന ഒരു സമീപനമാണ് യൂണിയൻ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിഴിഞ്ഞത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള പണം അത് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് ചെലവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിന്റെ മുഴുവനായിട്ടുമുള്ള പൈസ സംസ്ഥാന സർക്കാരിൽ നിന്ന് ചെലവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും പ്രാഥമിക പണികൾ തുടങ്ങി വെക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പാക്കേജ് വിഴിഞ്ഞത്തിന് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ സൂചനകളാണ് ധനവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന്, വയനാടാണ് ഉറ്റുനോക്കുന്നത്. വയനാട് പുനരധിവാസം അത് എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. 2000 കോടി രൂപയാണ് വിഴിഞ്ഞത്തിനു വേണ്ടിയിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതിലും സ്വന്തം നിലയ്ക്ക് സംസ്ഥാന സർക്കാർ ഇനിയിപ്പോൾ പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, വരുമാനം കൂട്ടുന്ന തരത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നികുതിയേതര വരുമാന വർധനവിനുള്ള ഒരു മാർഗങ്ങൾ അത് നാളത്തെ ബഡ്ജറ്റിൽ ധനവകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കും. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനം എത്തരത്തിൽ വർദ്ധിപ്പിക്കാം എന്ന തരത്തിലുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സംബന്ധിച്ചുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമായ ഘടകം കൂടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ
നാളത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. കൂടാതെ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. വർധനവ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ അത് നേരത്തെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നാളത്തെ ബഡ്ജറ്റിൽ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിനുള്ള തുടക്കങ്ങൾ കുറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നാളെ ധനമന്ത്രി ബജറ്റിൽ വിശദീകരിക്കുമെന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ബഡ്ജറ്റിൽ ഉണ്ടാകും. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് ഉറ്റുനോക്കുന്നത്, കഴിഞ്ഞ ദിവസമാണ് KSRTC അത് TDF നേതൃത്വത്തിൽ വലിയ പണിമുടക്ക് ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പരാതികൾ KSRTC ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതവർ ഏറെ കാലമായിട്ട് പരാതികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നിനും പരിഹാരം കാണാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ KSRTCക്ക് എന്ത് കിട്ടുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. KSRTC നഷ്ടത്തിലാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും അതിനെ എത്തരത്തിൽ അതിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് ഗതാഗത മന്ത്രി തുടക്കം മുതൽ തന്നെ നടത്തുന്നത്. പക്ഷെ അതിന് ധനവകുപ്പിന്റെ ഒരു സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ KSRTCയെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ KSRTCയെ കരകയറ്റാനുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സഹായം നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പൊതുജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സഹായം, ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ പ്രത്യേക പദ്ധതികളോ ഒക്കെ തന്നെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, കേന്ദ്രത്തിനോട് തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു സഹായം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണം. അത് ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യമുണ്ട്. എല്ലാ ദിവസത്തെയും വാർത്ത തുടങ്ങുന്നത് ഒരു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങിയ വാർത്തയുമായി ബന്ധപ്പെട്ടതോ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വന്യജീവി ആക്രമണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി അതിക്രമം നടത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടും വിപുലമായിട്ടുള്ള പദ്ധതികൾ വേണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു ആവശ്യം. പക്ഷേ അത്തരത്തിൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അത് സംസ്ഥാന സർക്കാരിനില്ല. അത്തരത്തിലാണ് പ്രത്യേക പാക്കേജ് ഈ ഒരു പദ്ധതികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കേന്ദ്ര ബഡ്ജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള പദ്ധതികൾ എന്തെങ്കിലും നടപ്പിലാക്കണമെങ്കിൽ അത് സംസ്ഥാന സർക്കാർ സാമ്പത്തികമായിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ എന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ഒരു നിലപാട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം വനംവകുപ്പിന് നൽകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം നാളത്തെ ബഡ്ജറ്റിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രവാസികളുടെ ക്ഷേമത്തിന്, അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള സഹായവും കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട നിരവധി പദ്ധതികളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ തഴയപ്പെടുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സമീപിച്ച സ്ഥിതിക്ക് അതിനൊക്കെ തന്നെ സ്വന്തം നിലയ്ക്ക് പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ ആ പണം എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ വരുമാനം എത്തരത്തിൽ വർദ്ധിപ്പിക്കാം, അത് വിവിധ മേഖലകളിൽ എത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ പല പദ്ധതികളും, അത് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന പല പദ്ധതികളും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഹരിത. സൂര്യ, അതേസമയം തന്നെ സൂര്യ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരിക്കും നാളെ ഉണ്ടാവുക. ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞല്ലോ, പെൻഷൻ അടക്കമുള്ളവ നാളെ പെൻഷൻ വർധനവടക്കമുള്ളവ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇപ്പോഴും സംസ്ഥാനം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്.
തീർച്ചയായിട്ടും. അതായത് ഈ പ്രഖ്യാപനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ തന്നെ പ്രഖ്യാപിക്കേണ്ടത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അടുത്ത തദ്ദേശ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ധനവകുപ്പ് മന്ത്രി നാളെ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞാലും അത് എത്തരത്തിൽ നടപ്പിലാക്കും, അതിനുള്ള പണം എവിടെ നിന്ന് ആണെന്നുകൂടി ധനവകുപ്പ് മന്ത്രി വിശദീകരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അത് വിവിധ മേഖലകളിൽ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് അടക്കം വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ളതാണ്, തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും നാളെ എന്നുള്ളതാണ്. അത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾക്കും അല്ലെങ്കിൽ തീരുമാനങ്ങൾക്കും വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിനെ വീണ്ടും കേന്ദ്ര സർക്കാർ തഴഞ്ഞു എന്നുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. ധനവകുപ്പ് മന്ത്രി പൂർണ്ണമായിട്ടും താൻ കേന്ദ്ര ബജറ്റിൽ അതീവ ദുഃഖിതനാണ്, അതീവ രോക്ഷമുണ്ട് എന്ന കാര്യം അന്ന് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൂടിയായിരിക്കും നാളത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിഴിഞ്ഞത്തിനടക്കം പ്രത്യേക പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി തന്നിട്ടുണ്ടായിരുന്നതാണ്. മറ്റ് വയനാടിന്റെ കാര്യമായാലും അതുപോലെ തന്നെ പ്രവാസികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പണം കണ്ടെത്തലായാലും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങളാണ്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പദ്ധതികളാണ്. അതിന് കേന്ദ്ര സഹായം കിട്ടിയില്ല എങ്കിൽ കൂടിയും സ്വന്തം നിലയ്ക്ക് വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ളവ നടത്തേണ്ട, അത് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉറപ്പായിട്ടും നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊന്നറിയേണ്ടത് ഈ നമ്മുടെ സിവിൽ സപ്ലൈസ് അതുപോലെ തന്നെ KSRTC തുടങ്ങിയ മേഖലകൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കുറെ നാളുകളായിട്ട് ജീവനക്കാർ വലിയ രീതിയിലുള്ള പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. KSRTC കഴിഞ്ഞ ദിവസം കൂടിയാണ് പണിമുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ആ വകുപ്പുകളിലേക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. അതെന്തായാലും നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ മറ്റ് എന്തൊക്കെ പദ്ധതികളാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ധനവകുപ്പ് മന്ത്രി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ തന്നെ നാളെ അറിയാം. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത്. സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണമാണ് നാളെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷകൾ മങ്ങാത്ത രീതിയിലുള്ള പ്രഖ്യാപനം തന്നെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.